ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ക്രിസ്റ്റീന ഹോം ഏഞ്ചൽസ് ഫൗണ്ടേഷനിലെ പുല്ലഴിയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ ചേട്ടൻ്റെ മോൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവനോടൊക്കെ പറഞ്ഞു ഇന്ന് നമുക്ക് കുറേ ഏഞ്ചൽസിനെ കാണാം, അവരുടെ കൂടെ കളിക്കാം. അപ്പോൾ അവർ പറഞ്ഞു ആണോ മലകമര കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരിക്കും അവർ മണ്ണിൽ പിറന്ന മാലാഖമാർ തന്നെയാണെന്ന് പറഞ്ഞു കേട്ടോ അവരോട്. അങ്ങനെ അവർ കാണാമെന്ന് പറഞ്ഞിട്ട് അവരെ നിൻ്റെ ബർത്ത്ഡേക്ക് സ്പെഷ്യലാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ലവ് ബീഡ്സിനെയൊക്കെ കണ്ടു കേട്ടാണ്. അപ്പോൾ അവർ കൂട്ടിൽ ലവ് ബീഡ്സിനെയൊക്കെ വളർത്തിയിട്ടാ. അപ്പോൾ പല മക്കൾ ചിലവരൊന്നും ലവ് ബീഡ്സിനെ കണ്ടിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു തത്തമ്മയാണോ എന്ന് ചോദിച്ചു. പറഞ്ഞു തത്തമ്മയല്ല, ഇത് അതിലൊക്കെ ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു വിഭാഗമാണെന്ന് പറഞ്ഞു. അങ്ങനെ അവരതൊക്കെ കണ്ട് അവിടെ ഒരു ഡോഗിനെ കണ്ടു. സിസ്റ്റർമാരുടെ കോൺവെൻറ്റിലൊക്കെ ഡോഗ് നിർബന്ധമായിട്ടുണ്ടാവും കേട്ടോ. നല്ല ഭംഗിയുള്ള ഡോഗായിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്രിസ്റ്റീന ഏഞ്ചൽ ഫൗണ്ടേഷൻ്റെ ഉള്ളിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ അവിടെ സിസ്റ്ററിനൊക്കെ കണ്ട് സിസ്റ്ററിനോടൊക്കെ സംസാരിച്ച് ഞങ്ങൾ അവിടെ സംസാരിച്ച് അപ്പോൾ എല്ലാ മക്കളും ഇങ്ങനെ ഓരോരുത്തർ നടന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു കുറേ മക്കളുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് സിസ്റ്ററെ. അതങ്ങനെ തന്നെയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് 3 മക്കളുണ്ട്, ചേട്ടന് 2 മക്കളുണ്ട്. അപ്പോൾ അങ്ങനെ 4, 5, 6 മക്കളായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഏഞ്ചൽസിൻ്റെ അടുത്ത് അവിടുത്തെ മക്കളുടെ അടുത്തേക്ക് കിടക്കണം കേട്ടോ. അപ്പോൾ അവർ ചോദിച്ചു, അപ്പോൾ ഈ മക്കൾക്ക് സംശയം എന്താ. അപ്പോൾ അവൻ ഇവിടുത്തെ മക്കൾക്ക് അമ്മയും അപ്പനൊന്നും ഇല്ല, അവർ ഇങ്ങനെ അനാഥം, പലവരും ഇങ്ങനെ ഉപേക്ഷിച്ച് പോയ മക്കളാണ്, അവരെയാണ് സിസ്റ്റർമാർ കൈവെള്ളയിൽ പോലെ അവരെ സംരക്ഷിക്കണേന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവരുടെ സ്ഥലങ്ങളാണ് കേട്ടോ. കുറേ ഏരിയാസ് ഉണ്ട് അവർക്ക്. അപ്പോൾ മക്കൾ പറഞ്ഞു ആണോ അവർക്ക് വിഷമാവില്ലേ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു അവർ ചെറുപ്പം തൊട്ട് സിസ്റ്റർമാർ അവരെ വിഷമമൊന്നും അറിയിക്കാണ്ട് വളർത്തണേ. നിങ്ങൾക്ക് അവരവരുടെ സ്വന്തം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പ്രാപ്തിയാവും. പിന്നെ അവരെ നല്ല നല്ല മാതാപിതാക്കളൊക്കെ, മക്കളില്ലാത്ത മാതാപിതാക്കളൊക്കെ അവരെ ഏറ്റെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് പേരൻസിനുള്ളപ്പോഴുള്ള വില നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ. പേരൻസ് ഉള്ളപ്പോൾ നമുക്ക് പല വിഷമങ്ങളും നമ്മൾ അറിയാറില്ല. അവർ ഇതൊക്കെ അതിജീവിച്ച് നല്ല പവർഫുള്ളായിട്ട് ജീവിക്കുന്ന മക്കളായി വളരാനാണെന്ന് പറഞ്ഞു കേട്ടോ. ഏറ്റവും അറ്റത്താണ് കേട്ടോ അതിൻ്റെ മക്കളുടെ സ്ഥലം ഇരിക്കുന്നത്. ഞാനത് വീഡിയോ എടുത്തിട്ടില്ല, അവരെ ഒരാളെയും പോലും ഇതിൽ ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ അവർ നമ്മുടെ മക്കൾ തന്നെ, നമ്മൾ ഒരിക്കലും അവരെ കാണിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീണ്ടും സിസ്റ്ററിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ മോൻ്റെ ബർത്ത്ഡേക്ക് സിസ്റ്റർ എല്ലാവർക്കും ചോക്ലേറ്റും മിഠായിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നിന്നപ്പം ചെറിയ മോൾക്ക് അവിടുത്തെ തൊട്ടിൽ കണ്ടപ്പോൾ, തൊട്ടിൽ കണ്ടപ്പോൾ പറഞ്ഞു അമ്മ എനിക്ക് അവൾക്ക് അവിടെ കിടക്കണം എന്നൊരു വാശി പിടിച്ച്. അപ്പോൾ ഹസ്ബൻഡ് അവളെ തൊട്ടിൽ കിടത്തിയിട്ടാണ്. തൊട്ടിൽ കിടത്തിയപ്പോൾ തന്നെ എല്ലാ മക്കളും വന്ന് അവളെ ആട്ടി തുടങ്ങിയിട്ടാണ്. അപ്പോൾ തൊട്ടിലൊക്കെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലൊക്കെ കണ്ടിരിക്കണേ. ഇപ്പോൾ ആദ്യമായിട്ടാണ് നേരിട്ട് ഇങ്ങനെ തൊട്ടിൽ കാണണേ. അപ്പോൾ അവിടെ മാതാവിൻ്റെ രൂപം ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ മാതാവിൻ്റെ അടുത്ത് പോയിട്ട് തൊട്ടുമുത്തലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. അപ്പോൾ മാതാവിനെ കണ്ടപ്പോൾ വേഗം തൊട്ടുമുത്താനൊക്കെ പോയിരുന്നു കേട്ടോ ആൾ. അങ്ങനെ അവൾ അങ്ങനെ ഇങ്ങനെ കിടന്ന് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഓടിച്ചാടി നടക്കുന്നുണ്ട് കേട്ടോ. വീണ്ടോളം സ്ഥലമുണ്ട്. ഈ സ്ഥാപനം സ്ഥാപിച്ചത് തന്നെ കുണ്ടുകുളം പിതാവാണെന്ന് തോന്നുന്നു, ബിഷപ്പാണ് ആൾ. എത്രയോ കൊല്ലം മുപ്പാട് പണിത സ്ഥാപനങ്ങളാണെന്നറിയോ. അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഫലമായിട്ട് ഇന്ന് ഒത്തിരി പേര് നല്ല ഇങ്ങനെ വർക്ക് ചെയ്യാൻ ഒത്തിരി പേര് ഉണ്ടാവും. അങ്ങനത്തെ സ്ഥാപനങ്ങൾ കുറേ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇന്നൊക്കെ നമ്മുടെ പിതാക്കന്മാർക്കൊന്നും ഇതൊന്ന് സംരക്ഷിച്ച് പോകാൻ തന്നെ പുതിയതായിട്ടൊന്നും കിട്ടണില്ലെങ്കിൽ ഉള്ളതുപോലും സംരക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ പിതാക്കന്മാർക്ക് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ അവിടുത്തെ ഇതൊക്കെ കണ്ടപ്പോൾ അവിടെ കാടമുട്ട, കോഴിമുട്ടയൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഒരു 100 രൂപയ്ക്ക് അങ്ങോട്ട് കാടമുട്ട വാങ്ങിച്ചു കേട്ടോ. ചെറിയ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കാടമുട്ട.
അങ്ങനെ മക്കളൊക്കെ ഓടിച്ചാടി നടക്കുന്നുണ്ട്. ഇത് അവരുടെ വീടായി. ചെന്നപ്പോൾ ഇത് അവരുടെ ഏരിയ, അവരുടെ എല്ലാ കാര്യങ്ങളും അവരുടേതായി മാറിയിട്ടാണ്. ചെറിയ മോൾക്കും അങ്ങനെ തന്നെ, എല്ലാവർക്കും അവരുടെ ഒരു വീട് പോലെ ആയിട്ടത്. അങ്ങനെ എനിക്കും അവളും മാതാവിനെയൊക്കെ കാണിച്ച് തരാൻ കേട്ടാ. അമ്മ തമ്പാച്ചൻ എന്ന് പറഞ്ഞു. അപ്പം അമ്മ അവിടെ മുത്തനെ കണ്ടപ്പോൾ അവളും തമ്പാച്ചനെ മുത്താനായിട്ടൊക്കെ നമ്മളെന്ത് കാണിക്കണോ അത് തിരിച്ച് കാണിക്കുന്ന പ്രായമാണല്ലോ ഇപ്പം. അപ്പോൾ ആളും അതിങ്ങനെ നോക്കി എന്താ ചെയ്യണ്ടേന്ന് നോക്കി അവളും അങ്ങനെ ആ അമ്മേനെ മുത്തി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവളും ഓടിച്ചാടി നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും അപ്പം ഇന്നത്തെ മക്കൾ വളർന്ന് വലിയ മക്കളായി വളരുന്ന കാലഘട്ടമാണ്. അവരെ നല്ല രീതിയിൽ നമുക്ക് അവരെ വളർത്തി കൊണ്ടുവരാനും എല്ലാ ജീവിത സിറ്റുവേഷൻസും കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ എന്നാലാണല്ലോ അവർക്കൊരു പൗരത്വ ബോധമൊക്കെ വളർന്നു വരുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഡൽഹിയിലൊക്കെ സമരം ചെയ്യുന്ന മക്കൾക്ക് അത്രമാത്രം നല്ലൊരു ധീരമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും അവരതിനു വേണ്ടി സപ്പോർട്ട് ചെയ്ത് ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അവർ പ്രയത്നിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു അഭിമാനമാണ്. അപ്പോൾ അതുപോലൊക്കെ ഇവർക്കും സാധിക്കട്ടെ. എൻ്റെ ബ്രദർ ചെറിയൊരു ഡൊണേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാ മക്കളും സന്തോഷമായിട്ടിരിക്കട്ടെ, ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കും. ബൈ, സീ യു.